മുസ്ലിം വീടുകളിൽ ഞാൻ കാണുന്ന പ്രത്യേകത ഇതാണ്. ഫാദറിന്റെ പ്രധാനപ്പെട്ട ഒരു വാക്ക്. ഫാദർ ഒരു ക്രിസ്തീയ പണ്ഡിതനാണ്, ജനങ്ങളെ ഉത്ബോധിപ്പിക്കുന്ന വ്യക്തിയാണ്, നന്മയും തിന്മയും വേർതിരിച്ച് മനസ്സിലാക്കി കൊടുക്കുന്ന വ്യക്തിയാണ്. ഇദ്ദേഹം ഈ വാക്കുകൾ പറഞ്ഞ ഒരു വീഡിയോ ഞാൻ കണ്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി. ഇത് എല്ലാ മനുഷ്യരും ജാതി മത ഭേദമന്യേ ഇത് കേൾക്കേണ്ടതും അനുസരിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും ആയ ഒരു കാര്യമാണ്. അതിൽ ഇദ്ദേഹം ഇത് ഊന്നി പറയാനുള്ള ഒരു പ്രത്യേക കാരണമുണ്ട്. ആ കാരണം എന്താണ് എന്ന് ഞാൻ പറയുന്നതിന് മുമ്പായി അച്ഛൻ പറയുന്ന ഈ വാക്കുകൾ വളരെ കൃത്യമായി ശ്രദ്ധിക്കുക. അതിനുശേഷം ഞാൻ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് അങ്ങനെയെന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാനാണ് ശ്രമിക്കുന്നത്. വീഡിയോ മുഴുവനും കാണുക. ഒരു കാര്യമാണ്. ഞാൻ ഈ പാലക്കാട് താമരശ്ശേരി എന്ന് പറഞ്ഞാൽ ഞങ്ങള് രൂപത എന്നാണ് പറയുക. ഇങ്ങനെ ഓരോ ജില്ലയെ തിരിച്ച് രൂപത എന്ന് പറയും. അപ്പൊ ഞാൻ പാലക്കാട് രൂപതയുടെ ബോർഡറിലാണ്. പാലക്കാട്, അപ്പുറത്ത് താമരശ്ശേരി, തലശ്ശേരി, ഈ പ്രദേശങ്ങളിലുള്ള ഒരുപാട് അനാഥ മന്ദിരങ്ങളിലും വൃദ്ധ മന്ദിരങ്ങളിലും ഒക്കെ ഞാൻ സന്ദർശനം നടത്താറുണ്ട്. ഇന്നു വരെ ഒരു അനാഥ മന്ദിരത്തിലോ വൃദ്ധ മന്ദിരത്തിലോ ഒരു ഇസ്ലാം മതവിശ്വാസിയെ ഞാൻ കണ്ടിട്ടില്ല. പ്രായം ചെന്ന മാതാപിതാക്കളെ പടിയടച്ച് പിണ്ടം വെക്കുകയോ നട തള്ളുകയോ വല്ല വൃദ്ധമന്ദിരങ്ങളിൽ അനാഥ മന്ദിരങ്ങളിൽ കൊണ്ടുചെന്ന് അല്പം പൈസ ഏൽപ്പിച്ച് തള്ളുകയോ ചെയ്യുന്നത് അതിൽ ക്രൈസ്തവരും ഹൈന്ദവരുമാണ് കൂടുതൽ. ഒരൊറ്റ ഇസ്ലാം മത വിശ്വാസിയെ, പ്രായം ചെന്ന ഒരു ഉമ്മയെ ബാപ്പയെ ഞാൻ ഇന്നു വരെ ഒരു അനാഥ മന്ദിരത്തിലോ വൃദ്ധമന്ദിരത്തിലോ കണ്ടിട്ടില്ല. അത് വലിയൊരു പ്രത്യേകതയായിട്ട് ഞാൻ വളരെ അത്ഭുതത്തോടു കൂടെ കാണുന്ന ഒരു കാര്യമാണ്. ഞാൻ എന്റെ പള്ളിയില് എടത്തനാട്ടിലെ പൊൻപാല പ്രദേശത്ത് ഒരു വീട്ടിൽ, ഞങ്ങളുടെ ഒരു വീട്ടില് മാതാപിതാക്കളെ ശുശ്രൂഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് മക്കളും മരുമക്കളും ഈ പ്രായം ചെന്ന അമ്മയും തമ്മിൽ പൊരിഞ്ഞ കലഹവും രാത്രി ബഹളവുമായിട്ട് ചുറ്റും താമസിക്കുന്ന ഈ മുസ്ലിം സഹോദരങ്ങൾ എന്നെ വിളിച്ചിട്ട് അച്ഛൻ ഒന്ന് എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് കിടന്നുറങ്ങാൻ ഒരു നിവൃത്തിയില്ല എന്നൊക്കെ പറഞ്ഞ് രാത്രി ഞാൻ അവിടെ ചെന്നു. അപ്പൊ ആ കൂട്ടത്തിൽപ്പെട്ട ഒരു സഹോദരൻ എന്നോട് പറഞ്ഞു, അച്ഛൻ ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഒരിക്കലും വൃദ്ധരായ മാതാപിതാക്കളെ തള്ളുകയോ അവരെ ഉപേക്ഷിക്കുകയോ അവരോട് ഇത്ര ക്രൂരമായിട്ട് പെരുമാറുകയോ ചെയ്യില്ല. പക്ഷെ അത് ഞാൻ വിചാരിച്ചു അത് ചുമ്മാ പറഞ്ഞതാണെന്ന്. പക്ഷെ ഞാൻ ശ്രദ്ധിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു അത് സത്യമാണ്. അപ്പൊ അച്ഛൻ വളരെ സുന്ദരമായി കാര്യങ്ങൾ പറഞ്ഞു. അത് എന്താണ് അച്ഛൻ അങ്ങനെ പറയാനുള്ള കാരണം ഉണ്ടായിരിക്കുക? നമുക്ക് എല്ലാവർക്കും അറിയാൻ, പ്രായമായ മാതാപിതാക്കൾ അവരെ സംരക്ഷിക്കാൻ വേണ്ടി ഇന്ന് പല വീടുകളിലും 4 ആൺമക്കളുണ്ടെങ്കിൽ 3 ആൺമക്കൾ, ഇങ്ങനെ കുട്ടികൾ കൂടുതലുള്ള ആളുകൾ, ഒരു മാതാവോ ഒരു പിതാവോ ബാലൻസ് ആയി കഴിഞ്ഞാൽ, വയസ്സായി കഴിഞ്ഞാൽ അവർക്ക് അധ്വാനിക്കാനോ മുട്ടുമടക്കാനോ ഇരിക്കാനോ കഴിയാത്തൊരു ചുറ്റുപാടിലും ചുക്കിച്ചൊളിഞ്ഞുകൊണ്ടുള്ള മുഖവുമായി ശരീരവുമായി നമ്മുടെ വീട്ടിലിരിക്കുമ്പോൾ ഒന്നുമില്ലെങ്കിൽ നമുക്കോ നമ്മുടെ ഭാര്യക്കോ അതൊരു ഭാരമായി തോന്നുന്നു. നമുക്ക് ഭാരമായി തോന്നുന്നു, നമ്മുടെ പേരമക്കൾക്ക് ഭാരമായി തോന്നുന്നു, നമ്മുടെ ഭാര്യയ്ക്ക് ഭാരമായി തോന്നുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അനിയനോ ജ്യേഷ്ഠനോ പെങ്ങളോ കാര്യങ്ങൾ ഉണ്ട് എങ്കിൽ, വേറെ മക്കൾ ഉണ്ട് എങ്കിൽ അവിടേക്ക് പോകാൻ വേണ്ടി മക്കൾ നിർബന്ധിക്കുന്ന സന്ദർഭത്തിൽ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഒരു നിലക്കും ഈ മാതാപിതാക്കൾക്ക് ഒരു രക്ഷയുമില്ല. കാരണം ശരീരമാണെങ്കിൽ താൻ ഉദ്ദേശിക്കുന്ന വിധത്തിൽ ശരീരത്തിനെ പിടിച്ചു നിർത്താൻ കഴിയുന്നില്ല. മരുന്ന് കഴിക്കണം, മരുന്ന് വാങ്ങണം, അതിന് പൈസ വേണം, ഭക്ഷണം വേണം, വസ്ത്രം വേണം, സമാധാനം വേണം. ഈ കിട്ടേണ്ട അവസരത്തിൽ മക്കൾക്ക് മാതാപിതാക്കൾ ഭാരമായി തോന്നുകയും ഈ മക്കൾ എന്ത് ചെയ്യുന്നു? മാതാപിതാക്കളെ വൃദ്ധസദനത്തിലേക്ക് കൊണ്ടുപോയി ആക്കുന്നു, അല്പം പൈസയും കൊടുത്തുകൊണ്ട് ആ ഭാരം മറ്റുള്ളവർക്ക് കൊടുക്കുന്നു. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വതആല, പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിന്റെ നിയമം എന്താണ്? നിന്നെ പ്രസവിച്ച് പോറ്റി വളർത്തിയ, ഇതുവരെ നിന്നെ ഈ രൂപത്തിലാക്കിയ നിന്റെ മാതാപിതാക്കൾക്ക് നീ ചെയ്യേണ്ട കടമകൾ എന്താണ് എന്ന് കൃത്യമായി പഠിപ്പിക്കുക മാത്രമല്ല, നീ അങ്ങനെ ചെയ്തിട്ടില്ല എങ്കിൽ നിന്റെ മരണാനന്തരം കഠോരമായ ശിക്ഷയ്ക്ക് നീ വിധേയമാകുമെന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിശുദ്ധ ഖുർആനിൽ
പരിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ ഇറക്കിക്കൊണ്ട് അള്ളാഹു മനുഷ്യർക്ക് താക്കീത് നൽകുന്നു, ഉത്ബോധം നൽകുന്നു. നീ ചെയ്തോ, നിന്റെ മാതാപിനെ ബുദ്ധിമുട്ടിപ്പിച്ചോ, മാതാപിതാക്കളെ കഷ്ടപ്പെടുത്തിക്കോ, മാതാപിതാക്കളെ അടിച്ചോ, മാതാപിതാക്കളെ ഇടിച്ചോ, നീ ചെയ്യുന്ന ഓരോ പ്രവർത്തനവും നിന്റെ രക്ഷിതാവ് കാണുന്നുണ്ട്. അതിന് തത്തുല്യമായ ശിക്ഷ നിനക്ക് ഈ ഭൂമിയിലും നാളെ മരണാനന്തരം നിനക്ക് തരും എന്നൊരു തിരിച്ചറിവും ബോധവും അള്ളാഹു തആല മനുഷ്യർക്ക് ഇട്ടുകൊടുക്കുന്നു. അത് മാത്രമല്ല, ഞാൻ പറയുന്നത് പോലെ, അള്ളാഹു പറയുന്നത് പോലെയാണ് നിന്റെ മാതാപിതാക്കളെ നീ സംരക്ഷിക്കുന്നത് എങ്കിൽ നിനക്ക് അതിന് പകരമായി ഞാൻ നിനക്ക് സ്വർഗം തരും എന്നുകൂടി അള്ളാഹു തആല പറയുന്നു. പരിശുദ്ധ ഖുർആനിന്റെ വചനത്തിലേക്ക് ഞാൻ നിങ്ങളെ ശ്രദ്ധ ക്ഷണിക്കുന്നു. പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുകയാണ്, സൂറത്ത് ഇസ്രാ 17-ാമത്തെ അധ്യായം 23-ാമത്തെ വചനം 24-ാമത്തെ വചനം. അള്ളാഹു പറയുകയാണ്, നിന്റെ രക്ഷിതാവ് വിധിച്ചിരിക്കുന്നു, അള്ളാഹു തആല കൽപ്പിച്ചിരിക്കുന്നു എന്നാ പറയുന്നത്. നിന്റെ രക്ഷിതാവ് വിധിച്ചിരിക്കുന്നു, ആ വിധിയിൽ മാറ്റം വരുത്താൻ നിനക്ക് അവകാശമില്ല എന്ന് മക്കളോടാണ് പറയുന്നത്. നിന്റെ രക്ഷിതാവ് വിധിച്ചിരിക്കുന്നു, നിങ്ങൾ അവനെ മാത്രമേ ആരാധിക്കാവൂ, നിന്നെ സൃഷ്ടിച്ച സൃഷ്ടാവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് വിധിച്ചിരിക്കുന്നു. നിന്നെ സൃഷ്ടിച്ച സൃഷ്ടാവ് വിധിച്ചിരിക്കുന്നു, അതിലൊരു മാറ്റവുമില്ല. എന്നിട്ട് അടുത്ത വാക്ക് തുടർന്നു കൊണ്ട് പറയുന്നു, മാതാപിതാക്കൾക്ക് നല്ലത് ചെയ്യുക, നന്മ ചെയ്യുക. അവരിൽ ഒരാളോ രണ്ടാളോ ഉണ്ടെങ്കിലും അവരെ നീ സംരക്ഷിക്കുക. അവരോട് ഉഫ്, ഛേ എന്നൊരു വാക്കുപോലും നീ പറയരുത്. ആലോചിച്ച് നോക്കണത്, ഇത് അള്ളാഹു നോക്കുന്നുണ്ട്. പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവി മകനിലേക്കും മകനിന് ഏൽപ്പിച്ച ഉത്തരവാദിത്തത്തിലേക്കും അള്ളാഹു നോക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് എന്ത്, നീ ഛേ എന്ന വാക്ക് പറയരുത്. എന്തുകൊണ്ട്? അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ പ്രായമായ മാതാപിതാക്കൾ ചെയ്യും. ഏതുപോലെ നമ്മൾ ചെറുപ്പത്തിൽ നമ്മുടെ കുട്ടികൾ ഒരേ കാര്യം 10 പ്രാവശ്യം ചോദിക്കും, 100 പ്രാവശ്യം ചോദിക്കും, നമ്മൾ അത് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും. അല്ല, അതിങ്ങനെയല്ലേ, അതങ്ങനല്ലേ, ഇതെന്താണ്? അപ്പൊ നമ്മൾ പറഞ്ഞു കൊടുക്കുക അത് ഇന്നതാണ്. അപ്പൊ വീണ്ടും കുറച്ച് കഴിഞ്ഞാൽ ചോദിക്കും അതെന്താണ്, അത് ഇന്നതാണ്. ഇതേപോലെ മാതാപിതാക്കൾ പ്രായമായാൽ എത്തുമെന്ന് അള്ളാഹുവിന് അറിയുന്നത് കൊണ്ടും അവർക്ക് സംരക്ഷണം ഈ മക്കൾ നൽകേണ്ടതുണ്ട് എന്നും ഉള്ളത് കൊണ്ടുമാണ് അള്ളാഹു തആല താക്കീതായിട്ട് ഈ കാര്യങ്ങൾ പറയുന്നത്. കൃത്യമായി മനസ്സിലാക്കുക. എന്താണ് പറയുന്നത്? അവരോട് ഉഫ്, ഛേ എന്ന വാക്ക് പോലും പറയരുത്, അവരെ താക്കീത് ചെയ്യരുത്. അവർക്ക് നീ ദേശത്തിലോ അവരോട് നീ കയർത്തുകൊണ്ടോ നീ അവരോട് ഇന്ന ചെയ്യണം, ഇന്ന ചെയ്യാൻ പാടില്ല എന്ന് നീ അവരോട് താക്കീത് ചെയ്യരുത് എന്നാ പറഞ്ഞത്. പരിശുദ്ധ ഖുർആന്റെ വാക്കാ. എന്താ പറഞ്ഞത്? നീ അവരോട് കയർക്കുകയോ ഛേ എന്ന് പറയുകയോ അവരെ ഉപദേശിക്കുകയോ അവർക്ക് നീ താക്കീത് നൽകിക്കൊണ്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ, പാടുള്ളൂ എന്ന് നീ പറയാൻ പാടില്ല. പറയാൻ പാടില്ല എന്നാ പറയാൻ പാടില്ല തന്നെ. അതിന് ന്യായീകരിച്ചൊന്നും പറ്റണ്ട. പറ്റൂല എന്ന് പറഞ്ഞാൽ പറ്റൂല. അത് പറയുന്നത് ആരാണ്? പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ്. എന്നിട്ടോ അവരെ താക്കീത് ചെയ്യരുത്, മറിച്ച് അവരോട് മാന്യമായ വാക്കുകൾ പറയുക. ദയയോടെ വിനയത്തോടെ അവർക്കായി ചിറകുകൾ താഴ്ത്തി കൊടുക്കുക. എന്ന് വെച്ചാൽ ഒരു കോഴിത്തള്ള തൻ്റെ കോഴിക്കുഞ്ഞുങ്ങളെ റാഞ്ചിക്കൊണ്ട് പോകാൻ വരുന്ന കാക്കയിൽ നിന്നും പരുന്തുകളിൽ നിന്നും സംരക്ഷണം നൽകുന്നത് പോലെ ആ ചിറകിന്റെ ഉള്ളിൽ മക്കളുടെ ആ ചിറകിന്റെ ഉള്ളിൽ പ്രായമായ മാതാപിതാക്കൾ സംരക്ഷണത്തിലാണ് എന്ന് പരിപൂർണ ബോധം ഈ മാതാപിതാക്കൾക്ക് ഉണ്ടാകണം. ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകുന്നത് പോലെ അത്ര സുന്ദരമായിട്ടാണ് അല്ലാഹു തആല ഇതിനെ വിശദീകരിച്ചിട്ടുള്ളത്. നിങ്ങൾ വായിച്ചു നോക്കുക സൂറത്ത് അൽ ഇസ്രാ. അതുകൊണ്ട് ഞാൻ ഈ വാക്കുകളിലൂടെ അവസാനിപ്പിക്കുന്നു. പരിശുദ്ധ ഖുർആനിന്റെ താക്കീതാണ് എന്ത്? മാതാപിതാക്കളെ സംരക്ഷിക്കണം. മാതാപിതാക്കളെ സംരക്ഷിക്കുന്നവൻ
മാതാവിന്റെ കാൽ കീഴിലാണ് സ്വർഗമെന്ന് പറയാനുള്ള കാരണം വളരെ പ്രയാസമാണ്. മാതാപിതാക്കൾ പ്രായമായി കഴിഞ്ഞാൽ അവരുടെ അസുഖം, രോഗം, മരുന്ന്, മുക്കടി, ഇങ്ങനെ പല പ്രയാസങ്ങളും അനുഭവിക്കേണ്ടി വരും വിവിധ തരത്തിൽ. അത് സഹിക്കാൻ മക്കൾ ബാധ്യസ്ഥരാണ്. നിങ്ങൾ അവരെ പ്രയാസപ്പെടുത്തി ചെയ്താൽ നിങ്ങൾക്ക് കഠോരമായ ശിക്ഷയുണ്ട് എന്ന് പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് കൃത്യമായി പറഞ്ഞ അടിസ്ഥാനത്തിൽ മുസ്ലിങ്ങൾ മുഴുവനും അത് മനസ്സിലാക്കിയ അടിസ്ഥാനത്തിൽ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിന്റെ വാക്കുകൾക്ക് വില കൊടുക്കുകയും അതിന് പ്രതിഫലമായി സ്വർഗം തരുമെന്ന് അല്ലാഹു തആല പ്രതിഫലമായി വാക്ക് തരുകയും ചെയ്യുന്ന അടിസ്ഥാനത്തിൽ മാത്രമാണ് സഹോദരന്മാരെ ഈ മാതാപിതാക്കളെ നിങ്ങൾക്ക് വൃദ്ധസദനത്തിൽ കാണാൻ സാധിക്കാത്തത് എന്ന് പറഞ്ഞുകൊണ്ട് വാക്യം നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.